അല്ല ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ആരാ? ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ ഫോൺ നമ്പറൊക്കെ മേടിക്കലുണ്ടോ? ഇല്ല ഇല്ല. ഞാൻ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടല്ലോ. എന്താ? ഒരു കസ്റ്റമറിന്റെ ഒരു നമ്പർ മേടിച്ചിരുന്നോ? ഇല്ല. ഞാൻ ചാറ്റ് ചെയ്യലുണ്ടോ? അങ്ങനെ ശല്യം ചെയ്യലുണ്ടോ? ഇല്ല. എൻ്റെ അനിയത്തി പറഞ്ഞല്ലോ. നീ വീട്ടിൽ പറയണോ? അല്ല, കുഴപ്പമില്ല. നിങ്ങൾ കംപ്ലൈൻറ്റ് ഞാൻ ആർക്കും മെസ്സേജ് അയച്ചിട്ടില്ല, നമ്പർ വാങ്ങിയിട്ടില്ല. ഒരു കച്ചവടമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമോ? ഞാൻ ചെയ്തിട്ടില്ല. മോശമായിട്ടുള്ള ഇടപാടാട്ടോ. ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ കംപ്ലൈൻറ്റ് പാടുന്ന പറയാ. കാരണം ഞാൻ നമ്പർ മേടിക്കലുണ്ട് നിങ്ങൾ? ചില കസ്റ്റമറെ നമ്പർ വാങ്ങലുണ്ട്. സംസാരിക്കലുണ്ടെന്നിട്ട്? ഇല്ല, ആവശ്യമില്ലാതെ സംസാരിച്ചിട്ടില്ല. നമ്പർ മേടിച്ചിട്ട് സംസാരിച്ച് അനാവശ്യമായിട്ട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈൻറ്റ്. എത്ര ഇപ്പോൾ ഈ കട പറഞ്ഞിട്ട്? 3 വർഷമായി. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടിൽ ഇനി കുറച്ചും കൂടി ഇതായാൽ വീട്ടിൽ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഒരു കസ്റ്റമറായിട്ട് മോശമായിട്ട് എൻ്റെ ഫോണിൻ്റെ എന്ത് പണികൾ ചെക്ക് ചെയ്തോളി. നിങ്ങളെ വീട് എവിടെ? എൻ്റെ വീട് പട്ടാമ്പി മരുതൂര്. കട തന്നെയാണ്. ആണോ? ഞാനും പാർട്ണറായിട്ടാണ്. അല്ലേ, ഫോണൊന്നും ചെക്ക് ചെയ്യില്ല. ഞാൻ ജസ്റ്റ് ഒരു വാർണിംഗ് തരാൻ വന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്നത് എന്തായാലും ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. അല്ല, ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ആരാ? എൻ്റെ നമ്പർ ഇല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ പേരിങ്ങനെ കേട്ടു, ഈ കടയിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് വന്നിരുന്ന നമ്പറൊക്കെ മേടിച്ചതിന് ശേഷം സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വാർണിംഗ് തരാൻ വേണ്ടി വന്നതാണ്. ഇനി അപ്പോൾ അത് ആവർത്തിക്കാതിരുന്നാൽ മതി. ആവർത്തിക്കാൻ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിന്റെ പേരിൽ വേറെ ആരെങ്കിലും ചെയ്യുമെന്നൊക്കെ അറിയില്ല. ഓക്കെ, ശരി എന്നാൽ. അല്ലേ, ആരാ കംപ്ലൈൻറ്റ്? ഇല്ല, ഞാൻ സോറി കേട്ടോ, എനിക്ക് മുഖം കണ്ടിട്ട് പാവം തോന്നി. ശരിക്കണ്ട കേക്ക് പേടിച്ചു, ആള് നന്നായി പേടിച്ചു. ശരി.